ഹായ് ഗൈസ്, നമസ്കാരം. തൊട്ട് മുമ്പ് കേട്ട ഓഡിയോ എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാനും ഞെട്ടിപ്പോയൊരു ഓഡിയോ ആണിത്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത്. വീഡിയോ കംപ്ലീറ്റ് ചെയ്തെന്ന് കണ്ടു. അപ്പം തന്നെ തോന്നി എനിക്ക് ഈ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി, പൊതുവേ ഒരുവിധം ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ ഞാൻ കാണുന്നതാണ്, അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂ കാണുന്നതാണ്. പക്ഷേ ഈ വ്ളോഗറിനെ ഞാൻ റീസെൻ്റ്ലി ആണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം, അവി വ്ളോഗ്സ് എന്നാണ്. ഞാൻ ഈ വീഡിയോസ് കണ്ടത് വെച്ചും കമൻറ്റുകൾ അതിൽ വന്നത് കണ്ട് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ഫാമിലി വ്ളോഗറാണ്, അല്ലെങ്കിൽ മാറ്റി പറയുകയാണെങ്കിൽ ഒരു കപ്പിൾ വ്ളോഗറാണ്. അതിസാഹസികമായ ഒളിച്ചോടൽ കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടീമാണിത്. ആളുടെ പേര് അവിനാഷ്, ഇപ്പുറത്തുള്ള ആളുടെ പേര് സ്വാതി എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ചക്കര എന്നാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക. ഇവർ സാഹസികമായി ഒളിച്ചോടി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ വ്ളോഗുകളും കാര്യങ്ങളും ഇട്ടു പോവുകയാണ്. കണ്ടന്റിൻ്റെ ഒരു മെയിൻ എയിം ചക്കരയാണ്. ചക്കരയുടെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, ശരിക്കും ഭയങ്കര സൂപ്പർ സർപ്രൈസ്. കാരണം ആളേക്കാൾ ഉപരി ആളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇതിനു വേണ്ടി നിന്ന് അവർ പ്ലാൻ ചെയ്ത് സർപ്രൈസ് ചെയ്ത ഒരു അടിപൊളി സാധനം. പിന്നെ ചക്കരയുടെ പീരീഡ്സ് ഡേ, ചക്കരയായിട്ട് ഔട്ട്, അങ്ങനെ കുറേ വ്ളോഗ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ചക്കരയും അവിനാശും, അല്ലെങ്കിൽ സ്വാതിയും അവിനാശും ജനങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ പ്രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്വാധീനം കാണാണ്ടായത്, വീഡിയോ കാണാണ്ടായത്. എന്താ സംഭവിക്കുക? കമൻസ് വരും, കമൻറ്റോളികൾ വന്ന് നിറയും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. ആളുടെ അമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ സംസാരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം റീസെൻ്റ്ലി എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഇന്നലെ ഇട്ടതേ ഉള്ളൂ ആ വീഡിയോ. ഞാനിപ്പോൾ നോക്കുന്ന സമയം ആ വീഡിയോന് 1,37,781 വ്യൂ ഈ ഒരു ചുരുക്ക സമയം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ ആളുടെ ആ വീഡിയോയിലോട്ട് പോകാം. എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്, എൻ്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. മീൻസ് സ്വാതിക്ക് അവളുടേതായിട്ടുള്ള ശരികളും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഇത് എൻ്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ വലിയ തെറ്റായിട്ട് കാണുന്നത് തോന്നില്ല, കാരണം എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു സാധനം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പൊതുവേ രണ്ട് ഫാമിലി വ്ളോഗേഴ്സ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഭർത്താവിൻ്റെ സൈഡിലെ കാര്യം ന്യായീകരിക്കും, ഭാര്യേൻ്റെ സൈഡിലെ കാര്യങ്ങളും ന്യായീകരിക്കും. ഭാര്യേനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റുകൾ ഉണ്ടാവും, ഭർത്താവിനെയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റുകൾ ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി അവിനാഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഞാൻ പറയുന്നത് എൻ്റെ സൈഡാണ്, എൻ്റെ പെർസ്പെക്റ്റീവാണ്. ചിലപ്പം ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാം, പക്ഷേ എൻ്റെ ശരികളാണിത്. എൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് അവർക്ക് അവരുടേതായ ശരികളും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യുകയാണെങ്കിലും പറയുകയാണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിലെ വ്യക്തിയെ കൺസിഡർ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമ്മളൊരു മനുഷ്യത്വം ഉണ്ടാവുക. ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല. അവൾക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ്, കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത്. അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മൾ ചോദിക്കും എന്താ വിളിക്കാതെ, അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ട് 2:30-3 മണിക്ക്, വെളുപ്പിന് 3 മണിക്കൊക്കെ വിളിക്കും, അപ്പോഴും എടുക്കാറില്ല. പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത്, സ്വാതിയുടെ അടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക, അങ്ങോട്ട് വരണ്ട, എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വരണ്ട, ആദ്യമൊക്കെ പറയായിരുന്നു വരാനൊക്കെ, പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി. ഇപ്പോൾ എല്ലാത്തിനും തുടക്കം ഇവിടുന്നാണ്. നാട്ടിൽ നിൽക്കുന്ന സ്വാതിക്ക് നാട്ടിൽ നിന്ന് മതിയായി, ഇന്ത്യക്ക് പുറത്തു പോകണം എന്നൊന്ന് പറയുകയാണ്. ഓട്ടോമാറ്റിക്കലി അവിനാഷ് കരുതി പോയിക്കോട്ടെ, കാരണം രണ്ടുപേരുടെ ഒരു ജീവിത സാഹചര്യം വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾ പുറത്തു പോയി അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല ലെവലിലെത്തി ഞാനും കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ബെറ്റർ ഫാമിലി സിസ്റ്റം ഞങ്ങൾക്ക് കിട്ടും എന്നൊരു തിരിച്ചറിവോടുകൂടി
എന്ത് ചെയ്തു, ഭാര്യനെ പൂർണ്ണ സമ്മതത്തോടു കൂടി വിട്ടു പോയി. ആദ്യ നാളുകളിലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ വിളി വളരെ കുറവായി. എത്ര അങ്ങോട്ട് വിളിച്ചാലും കോൾ എടുക്കുന്നില്ല, തിരിച്ച് വിളിക്കുന്നില്ല. റീസൺസ് പറയുന്നത് ഞാൻ ഭയങ്കര തിരക്കാണ്, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്വാതിയുടെ ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം നോക്കി വെച്ചുകൊണ്ട് ആൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അലാറം വെച്ച് എണീച്ച് വിളിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ആൾ വളരെ നീറ്റായിട്ട് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വെച്ച് എണീക്കാനും വിളിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും നമ്മുടെ സ്വാതി ചേച്ചി കോൾ എടുക്കാൻ തീരെ തയ്യാറായിരുന്നില്ല. സ്വാതി ചേച്ചീൻ്റെതായ കുറേ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി നൈസായിട്ട് അവിടെ എത്തിയപ്പം ഈ അവിനാഷ് ചേട്ടനെ നൈസായിട്ട് ഒഴിവാക്കി തുടങ്ങി, അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞു. അപ്പോൾ ഇവിടെ കുറേ ചോദ്യങ്ങൾ വരെ, എന്തുകൊണ്ട് താല്പര്യം കുറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, അല്ലെങ്കിൽ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, ഇങ്ങനെ പല റീസൺസ് വരാലോ. അടുത്ത് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വഴക്കും തല്ലും ഒച്ചപ്പാടും കച്ചറിയും ആണ് എന്ന് കരുതാം. ഇവർ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് വരുമ്പം അതിന് റീസൺ എന്താണ്? അവളോട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരെ വരണ്ട എന്നൊരു അഭിപ്രായം, തുടക്കകാലങ്ങളിൽ വന്നോ എന്നും ഇപ്പോൾ വരണ്ട അവിടെ നിന്നോ എന്നൊരു അഭിപ്രായം. അങ്ങനെയൊന്നും മനസ്സിലായി എന്താ കാര്യം എന്ന് കണ്ടുപിടിക്കണമല്ലോ. കാരണം കല്യാണം കഴിച്ചൊരു ഭാര്യനെ വിട്ടിട്ട് ഭാര്യ വിളിക്കുന്നില്ല, അയക്കുന്നില്ല, വരാൻ സമ്മതിക്കുന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് സ്വന്തം എഫേർട്ടിൽ ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് ആൾ അങ്ങോട്ട് പോവുകയാണ്. വെറും 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. 4 ദിവസമല്ല, ഞാൻ അവിടെ ഓക്കെ അവൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി. എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയൊക്കെ ശ്രമിച്ചായിരുന്നേ. അതിനുശേഷം ഞാൻ അവിടെ ചെന്നു, അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങളൊരു 4 മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ. 4 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാതിയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം, അല്ല എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ്, നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവനെനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഇവനും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഈ സ്വാതിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ് പാർട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ? നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ്, സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാന്നുള്ള കാര്യം. ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം, ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളത് കേട്ട് നോക്ക്. എങ്കിൽ ആദ്യമേ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ആദ്യമേ പറയാം സ്വാതിക്ക്. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അവിടെ ചെന്ന സമയം ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കോണ്ടാക്ട് മെയിനായിട്ട് കുറഞ്ഞത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വെച്ച് മനസ്സിലായത് ആൾക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ആ പാർട്ട്ണർ ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ടുള്ള ചാറ്റും ഈ പെർട്ടിക്കുലർ വ്യക്തിയോട് പറയുന്ന കുറേ കാര്യങ്ങളുടെ ഓഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനൽ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദൂര സ്ഥലത്ത് പോവാണ്, സ്വന്തം പാർട്ട്ണർ അടുത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ കുറേ ആൾക്കാർ സ്ഥാപനത്തിലുണ്ടാവുന്ന ആൾ ചിലപ്പം സ്വാധീനം അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം. സ്വാതിക്ക് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ആളോട് ഇഷ്ടം തോന്നി, ആ ബന്ധം പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവിടെ അടിച്ചു പൊളിച്ച് പോവുകയാണ്. അപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ വിളിക്കാൻ പറ്റില്ല, കാരണം ആളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഇതായിരിക്കും മേ ബി അവിടെ നടന്നിട്ടുണ്ടാവുക. അങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോയ സമയം ഇവൻ പെർട്ടിക്കുലർ വ്യക്തി നാട്ടിൽ ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെയും ഇടയിൽ നിന്നിട്ട് സ്വാതി ഓൾറെഡി എന്തായി പെട്ട സമയം ചിലപ്പോൾ മേ ബി ഈ പാർട്ട്ണറിന് എല്ലാം അറിയായിരിക്കാം. ഈ പാർട്ട്ണറുമായി സെറ്റാവുന്ന സമയം ചിലപ്പോൾ അവിനാശിനെ പറ്റി കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം എങ്ങനെയെങ്കിലും അവിനാശിനെ ഒഴിവാക്കണമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അവിടുത്തെ പാർട്ട്ണർ അവിനാശിനോട് ചോദിക്കാൻ തുടങ്ങി, നീ ആരാണ്, നീ എന്താണ്? കാരണം സ്വാതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിൽ. അപ്പോൾ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞാൻ ആ ചാറ്റിൽ കണ്ടിരുന്നു, അവൾ നിൻ്റെ പഴയ ഭാര്യയാണ്, എന്ന് വെച്ചാൽ നിൻ്റെ ഭാര്യ പണ്ട്, ഇപ്പം അല്ല എന്ന രീതിയിലൊക്കെ ഒരു കോൺവെർസേഷനിലോട്ട് പോയി. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പക്കാ
ചീറ്റിംഗ്, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ സ്വാതി പറയുന്നതിന് അല്ലെങ്കിൽ സ്വാതിക്ക് സ്വാധീൻ്റെ സൈഡ് ഓഫ് റീസൺസ് ഉണ്ടാവും. ആ റീസണിൽ വരുന്ന ഒരു റീസൺ ചിലപ്പോൾ അവിനാഷിൻ്റെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അവിനാഷ് കൊള്ളൂലാത്ത ഒരു വ്യക്തി എന്ന നിലയിലുള്ള, അല്ലെങ്കിൽ അവിനാഷ് എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാം, മെൻ്റലി അബ്യൂസ് ചെയ്യാം, ഇങ്ങനെ പല റീസൺസ് സ്വാതിക്ക് പറയായിരുന്നു. പക്ഷെ ആ റീസൺസ് ഒക്കെ സ്വാതി ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ ആ റീസൺസ് പറഞ്ഞ് ഈ ബന്ധം ഡിവോഴ്സ് ചെയ്ത് സ്വന്തം എഫോർട്ടിൽ പുറത്തു പോയി വേറൊരാളുമായി റിലേഷൻ ആവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, ദറ്റ്സ് വെരി ഗുഡ്. ഇവിടെ അവിനാഷിൻ്റെ കയ്യിൽ നിന്ന് അവിനാഷിൻ്റെ സപ്പോർട്ടോടുകൂടി പുറത്തു പോയി അവിനാഷിനെ മാറ്റി നിർത്തി ആളുമായി റിലേഷൻ വെച്ച് അവിനാഷിനെ അവോയ്ഡ് ചെയ്ത് അവിനാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ടും ഒരു റീസണും ഇല്ല. അവിഹിതം എന്ന് പറഞ്ഞാൽ ഒരു ഹിതം തന്നെയാണ്. അതിനു മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു? ഭർത്താവിനെ മാറ്റി നിർത്തണമായിരുന്നു. പിന്നെ അബുദാബിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാതിയിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം, വലിയ അടിപൊളി ടീമായിരിക്കാം. ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവിനാഷ് സപ്പോർട്ടേഴ്സ് ആണുള്ളത്. സ്വാധീനെ സപ്പോർട്ട് ചെയ്ത ഒരു കമൻറ്റും ഇല്ല. അവിനാഷെ നീ രക്ഷപ്പെട്ടു, അവൾ ഗതി പിടിക്കില്ല, അവളെ നല്ല കോലത്തിലാക്കിയത് നീയാണ്, അവൾ അതിനുള്ള നന്ദി നിന്നോട് ഇപ്പോൾ കാണിച്ചത്, നീ രക്ഷപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തിക്കാൻ അവിടെ എത്തിച്ചു. അവിടെ ഒരു ചെക്കനെ കണ്ടപ്പോൾ നീ പോയി, നീ രക്ഷപ്പെട്ടടാന്ന്. പൊന്നളിയ, നിന്റെ അതേ സെയിം അവസ്ഥ കഴിഞ്ഞവളാണ് ഞാൻ. സ്വന്തം അമ്മ ഉള്ളോണ്ട് ജീവിക്കുന്നു മുത്തേ, അമ്മയ്ക്ക് വേണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോവുക. അത് ഒരാൾ കമൻറ്റ് ഇട്ടാണ്, അയാളുടെ ഭാര്യ ഇതേ പരിപാടി ചെയ്തതാണ്, പക്ഷെ അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഒരു ചൊല്ലുണ്ട്, വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണം കാത്തിരിക്കുന്നത് കാണാം. അവിനാശെ, നീ ഈ ടൈമും കടന്നു പോകും, വിഷമിക്കരുത് അനിയ, ഇങ്ങനെ പോയവൾ ഗതി പിടിക്കില്ല, അവൾ അനുഭവിക്കും, നിനക്ക് ഇതിനേക്കാൾ നല്ലതൊന്നെ കിട്ടും. ഇങ്ങനെ കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആളെ ഹെയ്റ്റാണ്, കാരണം ഈ ഓഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെ തോന്നും. പിന്നെ പൊതുവേ പുള്ളിക്കാരീൻ്റെ ഒരു ബാക്കിയുള്ള വീഡിയോ കാണുന്ന സമയമൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. എൻ്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അറിയത്തില്ല അതിൻ്റെ റീസണും കാര്യങ്ങളും. അത് സ്വാതിയോട് ചോദിക്കുമ്പോൾ സ്വാതിക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവൻ്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്നെന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അത് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം. എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺ കുറേ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഡെയിലി ഇടാഞ്ഞത്. ഞാൻ ഇത്രയും പൊട്ടി തെറിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പാവം പിടിച്ച ഓക്കെ എന്തുകൊണ്ട് നീ അവനെ ഉപേക്ഷിച്ചു, നിങ്ങൾ സ്നേഹിച്ച് കെട്ടിയതല്ലേ, എന്തിനാ നീ അവളെ ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യരാകുമ്പോൾ നമുക്കും വികാരങ്ങളൊക്കെ തോന്നും. ഓക്കെ ഞാനായിട്ടല്ല ഓക്കെ ഒരു കാര്യം ഞാൻ പറയാം, ഓക്കെ. അപ്പോൾ ഈ മെസ്സേജാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ഭാര്യയൊക്കെ പണ്ട് എന്ന്. അത് പറയാനുള്ള ഒരു അധികാരം എങ്ങനെയാണ് ഒരു ചെക്കന് വരിക? അവൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്വാതിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ അവരുടെ ബന്ധം ഏത് ലെവലിൽ എത്തി എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആൻഡ് സെക്കൻഡ് തിങ്, ഈ പർട്ടിക്കുലർ വ്യക്തി ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിന് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ടാകും. ആളുടെ സാഹചര്യമാണ് പറയുന്നത്. കാരണം ആൾ നാട്ടിലുള്ളതാണ്, ആൾ ടൗണിലും പുറത്തും ഇറങ്ങുമ്പം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഡയറക്റ്റ് വന്ന ആളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഉണ്ടാവും, നീ എന്തിനാ കൊച്ചിനെ ഒഴിവാക്കി? വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വിട്ട് നിന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന കൊച്ചിനെ നീ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചോദിക്കുമ്പം ആൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആവുന്നുണ്ട്. അവളെ മാത്രം വിചാരിച്ച് അവളെ മാത്രം സ്നേഹിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ ഒരുപാട് കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് പുന്നാരിച്ചിട്ടുള്ള വീഡിയോസാണ് കംപ്ലീറ്റ് വീഡിയോയിലുള്ളത്. സാധാരണ ഒരു കപ്പിൾ വ്ളോഗിലുപരി എന്തോ ഒരു സ്വർണ്ണക്കരണ്ടി കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടന്ന് അവിടേക്ക് വിട്ട് അവിടെ ചെന്ന് അവിടെ വേറൊരുത്തനെ കണ്ട് അവനെ സെറ്റാക്കി അവനെയും കൂട്ടി ഇവനെ ഒഴിവാക്കി ഇവനോട് ചൂടായി ഇവനോട് ഡയലോഗായി ഇവൻ ദേഷ്യം പിടിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കേട്ടൊരു സാധനമാണ്, ഇവൻ ദേഷ്യം പിടിച്ചിട്ട് ഓപ്പോസിറ്റിലെ വ്യക്തിനോട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവൾ നേരെ പോയിട്ട് അവനെയാണ് പിടിച്ചു മാറ്റുന്നത്, സ്വന്തം ഭർത്താവിനെ അല്ല. എന്നുവെച്ചാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടായപ്പം ഇവൾ വർത്താനം പറയുന്നത് ഭർത്താവിനോടല്ല അവനോടാണ്, ആ പാർട്ട്ണറോടാണ് വർത്താനം പറയുന്നത്. അപ്പം ഇത്രയും വിഷമവും സങ്കടവും എല്ലാം സഹിച്ച് അവൻ ഈ നാട്ടിൽ വന്ന് നിൽക്കുമ്പം അവനെ കോമാളിയാക്കി അവനെ ഇൻസൾട്ടാക്കി നിൽക്കുമ്പം നിങ്ങളുടെ ഈ കമൻസ് ഒക്കെ കേട്ട് നിങ്ങൾ ഇപ്പോഴും സ്വാതിയാണ് തെറ്റ് ചെയ്യാത്തത്, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പം പുള്ളിക്കാരൻ ഒരുപാട് മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയി. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ ഒരു സൈഡ് ഈ വീഡിയോയിൽ കൂടെ പുറത്ത് കാണിക്കുന്നത്. ഇതാണ് സത്യാവസ്ഥ. ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വന്ന് പൊങ്കാല ഇട് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയാം, ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട്
ആവശ്യപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു വിലയും തരുന്നില്ല. അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്വാതിയുടെ പാർട്ട്ണർ. എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നേ ആ ഒരു സമയത്തെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടിയുണ്ടാക്കി എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കോളറെ കയറി പിടിച്ചായിരുന്നു. നിനക്ക് എന്തിനു ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കോളറെ പിടിച്ചപ്പോൾ അവൻ എൻ്റെ കോളറൊക്കെ എൻ്റെ ലെഫ്റ്റ് കൈ കടിച്ചായിരുന്നു. ഇവിടെയൊക്കെ മാന്തിയായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത്രയൊക്കെ നടന്നതിന് ശേഷം സ്വാതി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങളൊരു ഭർത്താവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഒരു ഭർത്താവ് പോവാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് ആ വ്യക്തി പോയി കിടക്കുകയാണ്. അപ്പം ഇത്രയും തെറ്റ് ചെയ്യുന്ന സമയം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കേട്ട ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവൻ എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നു? ഇവൻ ഒച്ചയിടാണ്ട് നിൽക്കൂല. ഇവൻ ഇതല്ല, ഇതിനപ്പുറം ഒച്ചയിടും. ഇവൻ ഒച്ചയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവൻ്റെ ഭാര്യനോടാണ്. ഇവൻ കെട്ടി ഇത്രയും കാലം നോക്കിയ ഭാര്യനോട്. അതിന് ഔട്ട്സൈഡിലുള്ള ഒരാൾ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള ഫിസിക്കൽ അബ്യൂസിലോട്ട് പോവുകയാണെങ്കിൽ ഇടപെടാം. ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ന്യായമൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇടപെടാൻ വേണ്ടി. ഇത് പക്കാ ചതിയാണ്, പക്കാ ചീറ്റിംഗ് ആണ്. ഇനി വേറെയും കുറേ വാക്കുകളൊക്കെ പറയാനുണ്ട്. ആ വാക്കുകളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോയിക്കൊണ്ട് നിൽക്കുന്ന എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ 100% നമ്മൾ അതിൽ ഹാപ്പി ആവണമെന്നില്ല. ചില മൊമെൻ്റൊക്കെ എത്തിക്കഴിയുമ്പം നമ്മളതിൽ വളരെ അൺഹാപ്പി ആവാം. പക്ഷെ അൺഹാപ്പി ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ബ്രേക്ക് ദാറ്റ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കാനും അതിൽ നിന്ന് മൂവ് ഓൺ ആവാനുമുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് ചെയ്യാണ്ട് ആ വ്യക്തിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കും. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വേണ്ട എന്ന് പറയുന്നത് കാത്തിരിക്കുന്നതിൽ പകരം നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, പുറത്തോട്ട് പോവുക, മൂവ് ഓൺ ആവുക. അത്രയേ ഉള്ളൂ. ഇവരെയും ആലോചിച്ച് ഇവരെയും പ്രതീക്ഷിച്ച് ഇവരെയും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. കാരണം അവരെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ ഒഴിവാക്കുക, സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ മാറ്റി നിർത്തുക, സ്നേഹിക്കുന്ന വ്യക്തി നമ്മളോട് അകൽച്ച കാണിക്കുക, സ്നേഹിക്കുന്ന വ്യക്തി നമ്മളിരിക്കുക വേറൊരാളെ സ്നേഹിക്കുക, ഇതിലും വലിയ വിഷമം വേറെ നിങ്ങൾക്ക് അനുഭവിക്കാനേ ഇല്ല. സോ ഇവിടെ ഈ സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനും എന്ത് ചെയ്യാം, ആവാം. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി അബൌട്ട് ദിസ് കേസ്. എന്തായാലും ഇനി സ്വാതി അടുത്ത വീഡിയോ ആയിട്ട് വരുമോ എന്നറിയില്ല. പക്ഷെ കുറച്ചെങ്കിലും നാളുണ്ടെങ്കിൽ വരാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.